മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും കോണ്ടൂർ ചെയ്യാനായിട്ട് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോണ്ടൂർ ചെയ്യാൻ പേടിയായിരിക്കും. കോണ്ടൂർ ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് കറുത്ത് പോവോ അല്ലെങ്കിൽ ഫേസിന്റെ ഷേപ്പ് മാറിപ്പോവോ. കോണ്ടൂർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ്, കോണ്ടൂർ ചെയ്യുന്ന സമയത്ത് ഫീച്ചേഴ്സ് കുറച്ചുകൂടി എൻഹാൻസ് ആവും. കോണ്ടൂർ ഒന്നും ചെയ്യാതെ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി കാണുന്ന എല്ലാ മേക്കപ്പും പോലെ നമ്മുടെ മേക്കപ്പ് നിൽക്കും. നമ്മുടെ മേക്കപ്പിന് ഒരു സംതിങ് ഡിഫറെന്റ് ആയിട്ട് ആൾക്കാർ കാണണം, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് കാണുമ്പോൾ ഇത് ഇന്നയാളുടെ മേക്കപ്പ് ആണെന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്താൽ മാത്രമേ മേക്കപ്പ് കുറച്ചുകൂടെ എൻഹാൻസ് ആവുള്ളൂ, ആൾക്കാർ കുറച്ചുകൂടി ശ്രദ്ധിക്കുള്ളൂ. കോണ്ടൂർ ഒന്നും ചെയ്യാതെ പ്ലെയിൻ ചെയ്യുന്ന മേക്കപ്പ് ഒരു നോർമൽ മേക്കപ്പിലേക്ക് മാറിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടൂർ കൊടുത്തിട്ടുള്ള മേക്കപ്പ് ആയിരിക്കും കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കുക. എപ്പോഴും കോണ്ടൂർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഹെഡ്, അതുപോലെ ചീക്ക്, ജോ ലൈൻ, ചിന്ന്, ഇത് ബൾജിംഗ് ഉള്ള ഭാഗങ്ങളെ ബൾജിംഗ് കുറച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ കോണ്ടൂറിങ് ഷെയ്ഡിങ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഫോർഹെഡിൽ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചീക്കിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, ജോ ലൈനിൽ കൊടുത്തിട്ടുണ്ട്, ചിന്നിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വെരി ലെസ് പ്രഷറിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ബ്ലെൻഡർ വെച്ചിട്ട് മാക്സിമം ഇതിനെ സോഫ്റ്റ് ആക്കി കൊടുക്കുക. പാച്ച് ആയിട്ട് നിൽക്കരുത്, ചെറിയൊരു ഷെയ്ഡ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചീക്ക്, ചിന്ന്, നോസ്, ഫോർഹെഡ് നല്ലപോലെ ഹൈലൈറ്റ് ആയിട്ട് കാണും. ബൾജി നിൽക്കുന്ന ഭാഗങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് പോയ പോലെ ഫീൽ ചെയ്യും.